ഭാഗവതവും രാമായണവും ഒക്കെ കേൾക്കുമ്പോൾ നമ്മളിൽ നേരത്തെ കിടക്കുന്ന രാഗവും ദ്വേഷവും കാമവും ഒക്കെ കഥകളായി കൂടി വരും എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. രാമായണമൊക്കെ വായിച്ചു കഴിയുമ്പോൾ, ഭാഗവതമൊക്കെ വായിച്ചു കഴിയുമ്പോൾ നേരത്തെ നമ്മളിൽ കിടക്കുന്ന വാസനകൾ പോഷിക്കാനുള്ള പ്രമാണങ്ങൾ ലഭിച്ചതുപോലെ ആ പ്രമാണത്തെ അവലംബിച്ച് കുറെ കടുത്ത ദ്വേഷം, ഇപ്പം ദ്വേഷത്തിന് ഒരു പ്രമാണവും കൂടി ഉണ്ട് പറയാൻ എന്നാകുമെന്നാണ് ആ കൂട്ടർ പറയുന്നത്. ചില ആചാര്യന്മാരിൽ നിന്ന്, ഉത്തമന്മാരായ ചിലരിൽ നിന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം അവർ പറയുന്നത് അതുകൊണ്ട് അവയുടെയൊക്കെ പാരായണാദികളൊന്നും പൂർണ്ണമായി പ്രതിബന്ധങ്ങൾ അകലാൻ പര്യാപ്തമല്ല. അവരൊന്നുകൂടെ പറയുന്നു, രാമായണത്തിലൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. അത് കുറച്ച് കട്ടിയാ. തത്വമസ്യാദി മഹാവാക്യാർത്ഥജ്ഞാനം കൊണ്ടല്ലാതെ മുക്തി സിദ്ധിക്കുവാൻ എളുതല്ലൊരുത്തനും എന്ന് തന്നെ അടിച്ചു പറഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാമായണത്തെ അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി സംശയിക്കേണ്ട കാര്യം ഏതായാലും ഇല്ല. അതുകൊണ്ട് അവർ പറയുക, പൂർണ്ണപ്രജ്ഞരായ ചില ആചാര്യന്മാർ നമുക്കുണ്ടായിട്ടുണ്ടോ അവർ പറയുക, മഹാവാക്യ ശ്രവണം കൊണ്ടു മാത്രമേ പ്രതിബന്ധങ്ങൾ അകലൂ. അതിന് ശിഷ്യൻ ഗുരുവിനെ സമീപിച്ച്, ശിഷ്യരായിരിക്കണം, ശിഷ്യതാ ഗുരുതാവാപി തയോർ വത്സരവാസീത, ഒരു കൊല്ലമെങ്കിലും ഗുരു ശുശ്രൂഷയിൽ രതനായിരിക്കണം. അല്ലാതെ ഒന്നും ഈ ശ്രവണം നടക്കില്ല. എന്തിനായിരിക്കുന്നത്? കാരണം ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് 3 എണ്ണം ഉണ്ട്. അത് നമുക്ക് പഠിക്കാം കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പം. ജാഗ്രത്തിലെ ഇഷ്ടങ്ങളൊന്നും കാര്യമില്ല. ജാഗ്രത അല്പം മാത്രമാണ്. ഒരാളെ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരാം. കാണുമ്പോൾ ഇഷ്ടപ്പെട്ട് കൂടിയാൽ കുറച്ച് കഴിയുമ്പോൾ ഇഷ്ടക്കേട് തന്നെ ഉണ്ടാവും. അത് നിങ്ങളെയൊക്കെ നോക്കിയാൽ മതി. കണ്ടപ്പോൾ വലിയ ഇഷ്ടമായിരുന്നു, ഒരിക്കലും പിരിയരുതെന്നൊക്കെ തീരുമാനിച്ചിരുന്നു അല്ലേ? അങ്ങനെയാണ് നിങ്ങൾ ഓട്ടോഗ്രാഫിലൊക്കെ എഴുതിയത്. നീ ഇല്ലാത്ത ജീവിതം എനിക്ക് മുള്ളില്ലാത്ത റോസ പോലെയാണെന്നൊക്കെ എഴുതി. ഒടുവിൽ ആകെ ഗതികേടിലായി. ഇപ്പം പരസ്പരം കാണാതിരുന്നാൽ മതി എന്നായിട്ടുണ്ട്. കേട്ടാൽ ഇഷ്ടം തോന്നുന്നു ശബ്ദം. അതുകൊണ്ട് ആ ശാന്തി മന്ത്രത്തിൽ നമ്മൾ വിശദമായി ഇതൊക്കെ പറഞ്ഞത്. നമ്മുടെ ചെവിക്കൊരു സെലക്റ്റീവ് സ്ട്രക്ചറലിസം ഉണ്ട്. തെരഞ്ഞ് കേൾക്കുക. ശബ്ദം കൊണ്ട് ഇഷ്ടപ്പെട്ടു, നല്ല ശരീരം, പക്ഷേ അത് കേട്ട് ഇഷ്ടപ്പെട്ട് കുറേ അങ്ങ് അടുത്തി എന്നപ്പോൾ ഇഷ്ടക്കേടുകൾ ഒരുപാട് വരും. കാരണം ശബ്ദാദിഭി പഞ്ചഭിരഞ്ജിദേവ പഞ്ചത്വമാപുസു ഗുണേന ബദ്ധ കുരംഗമാതംഗ പതംഗ മീന ഭൃംഗ പുനഃ പഞ്ചഭിരഞ്ജിതഖിം എന്ന ഭർതൃഹരി പറയുന്നത്. ശബ്ദാദിഭി പഞ്ചഭിരഞ്ജിദേവ, ശബ്ദം തുടങ്ങി 5. അതിൽ ശബ്ദത്തിൻ്റെ പിന്നാലെ പോയതാ മാൻ. വേടൻ വിരിച്ച വലയിലാണ് ചെന്ന് വീണത്. അങ്ങനെ ആ ജീവൻ പോയി. വേടൻ വലയൊക്കെ വിരിച്ചു വെച്ചിട്ടാണ് നല്ല മനോഹരമായ ശബ്ദം ഉണ്ടാക്കിയത്. മാൻ ഈ ശബ്ദം കേട്ടിടത്തേക്ക് ഓടിച്ചെന്നതാണ്. ശബ്ദം അതിന് വലിയ ഇഷ്ടമാണെന്നാണ് പറയുക. വലയെ കുടുങ്ങി, അവൻ പൊരിച്ചു തിന്നാനിടയായി. സ്പർശത്തിൽ ഇഷ്ടം തോന്നി ഇണയോടൊപ്പം മുട്ടിയുരുമി വന്നതാണ് ആന. അത് മറ്റവൻ കുഴിച്ചു വെച്ച കുഴിക്കകത്ത് വീണ് ഇപ്പം തടി വലിക്കലായി. രൂപത്തിൽ ഇമ്പം തോന്നിയാണ് കത്തുന്ന ജ്വാലയിലേക്ക് പറവ വന്നത്. അത് ചിറക് കരിഞ്ഞ് വീണ് തീർന്നു. രസത്തിൽ ഇഷ്ടം തോന്നിയ മീൻ ചൂണ്ടയിൽ കൊരുത്ത ഇരയിൽ പ്രിയം തോന്നി വെട്ടി വിഴുങ്ങിയതാണ്. മറ്റവൻ കൊണ്ടുപോയി പൊരിച്ചടിക്കുകയും ചെയ്തു. ഗന്ധത്തിൽ ഇമ്പം തോന്നി താമരപ്പൂവിൽ കയറിയിരുന്നതാണ് വണ്ട്. വെജിറ്റേറിയനായ ആനയടിച്ചു തീർന്നു. ഇങ്ങനെയാണ് കഥയെങ്കിൽ 5ലും താല്പര്യം തോന്നുന്ന മനുഷ്യ, നിന്റെ കഥ എന്താണ്? ഇതൊക്കെ ഓരോന്നിൽ ഭ്രമിച്ചതാണ് ഈ ഗതികേടിലെത്തിയത്. എല്ലാത്തിലും കൂടെ ഭ്രമിക്കുന്നവൻ്റെ കഥ പിന്നെ പറയണോ? അർത്ഥാപത്തിയാണ്. അതോ പിന്നെ ചൊല്ലാനില്ലെന്ന യുക്തിയാം. ദണ്ഡാഭൂപന്യായം തന്നെ അർത്ഥാപത്തി. അപ്പം കോലെ കുത്തിവെച്ചിട്ട് കോലെലി തിന്നു എന്ന് പറഞ്ഞാൽ ഇനി അപ്പം ബാക്കിയുണ്ടെന്ന് ആരെങ്കിലും പറയുമോ എന്നാണ്. അപ്പോൾ ആ പരുവത്തിലാണ്.